വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് പോണത്. അതിൽ ആദ്യം തന്നെ എസ്റ്ററുകളെ കുറിച്ചാണ് പറയണത്. എസ്റ്ററുകൾ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എസ്റ്ററുകൾ എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എസ്റ്ററുകളെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ആദ്യം തന്നെ എസ്റ്ററുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ആസിഡും അതുപോലെ തന്നെ ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതത്തെയാണ് എന്ത് വിളിക്കുന്നത്? എസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ആസിഡും അതുപോലെ തന്നെ എന്തും ചേരും? ആസിഡും ആൽക്കഹോളും ട്ടോ. ആസിഡും ആൽക്കഹോളും ചേർന്ന മിശ്രിതത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ എസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. അതായത് എന്തിനാ എസ്റ്റർ ഉപയോഗിക്കണേ, അല്ലെങ്കിൽ എസ്റ്റർ എന്ന പദം ആരാ കൊണ്ടെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ലിയോപോൾഡ് മെലിൻ ആരാണ്? ഒരു വ്യക്തിയുടെ പേരാണ് ലിയോപോൾഡ് മെലിൻ. ലിയോപോൾഡ് മെലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എസ്റ്റർ എന്ന് പറയുന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് മനസ്സിലാക്കാം. അതായത് എസ്റ്ററുകൾ എന്തിനാ ഉപയോഗിക്കണേ? ചില പഴങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ കൃത്രിമ ഗന്ധവും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ ചില എസൻസുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതിന് പൈനാപ്പിളിന്റെ മണം ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ ഓറഞ്ചിന്റെ മണം ഉണ്ടാവും, ചിലതിന് മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാവും, അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ മണം കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പഴങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ കൃത്രിമ ഗന്ധം അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള രുചി ഒക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ അത് ഓരോന്നും പഠിക്കുക. പൈനാപ്പിളിന്റെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിളിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ പൈനാപ്പിൾ ഏതാണ്? ഈത്തയിൽ ബ്യൂട്ടറേറ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈത്തയിൽ ബ്യൂട്ടറേറ്റ്. അപ്പൊ പൈനാപ്പിളിന്റെ രുചി മണമൊക്കെ കിട്ടാനായിട്ട് ഈത്തയിൽ ബ്യൂട്ടറേറ്റ് ഉപയോഗിക്കുന്നു. ഇനി മുല്ലപ്പൂവിന്റെ മണം കിട്ടാൻ, മുല്ലപ്പൂവിന്റെ മണത്തിന് ബെൻസൈൽ അസറ്റേറ്റ് ആണ് ഉപയോഗിക്കണേ. ബെൻസൈൽ അസറ്റേറ്റ് ആണ് മുല്ലപ്പൂവിന്റെ മണം കിട്ടാൻ. ഇനി മുന്തിരിയുടെ രുചി കിട്ടാനായിട്ട്, മുന്തിരിയുടെ ഒരു പുളിപ്പും രുചിയൊക്കെ ഉണ്ട് ഇല്ലേ, ആ മുന്തിരിയുടെ രുചി കിട്ടാൻ മീത്തയിൽ ആന്ത്രാനിലേറ്റ് ആണ് മുന്തിരിക്കായിട്ട് ഉപയോഗിക്കണേ. ഇനി അടുത്തത് ഓറഞ്ചിന്റെ മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്നു ഒക്ടേൽ. എന്താണ്? ഒക്ടേൽ അസറ്റേറ്റ് എന്നത്. ഓറഞ്ചിന്റെ മണവും രുചിയൊക്കെ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് വാഴപ്പഴത്തിന്റെ മണവും രുചിയൊക്കെ കിട്ടാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അമൈൽ അസറ്റേറ്റ് ആണ് ഉപയോഗിക്കണേ. ക്ലിയർ ആയില്ലേ? ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് സ്ട്രോബെറി അല്ലെ. സ്ട്രോബെറിയുടെ മണം കിട്ടാനും രുചി കിട്ടാനും ഉപയോഗിക്കുന്നു മീത്തയിൽ സിനമേറ്റ്. ഇതൊരെണ്ണം മാത്രം പോരാ, വേറൊരെണ്ണം കൂടി ഇതിന്റെ കൂടെ കൂട്ടണം. ഈത്തയിൽ ബ്യൂട്ടറേറ്റ്. അപ്പൊ ഈത്തയിൽ ബ്യൂട്ടറേറ്റും മീത്തയിൽ സിനമേറ്റും കൂടി ചേരുമ്പോ എന്തിന്റെ മണവും രുചി ഉണ്ടാവുക? സ്ട്രോബെറിയുടെ അല്ലെ. ഇനി അടുത്തത് മുന്തിരിയുടെ ആണെങ്കിൽ മുന്തിരിയുടെ മീത്തയിൽ ആന്ത്രാനിലേറ്റ് അല്ലെ. അതുപോലെ തന്നെ മുന്തിരിയുടെ അടുത്ത മുല്ലപ്പൂവിന്റെയോ ബെൻസൈൽ അസറ്റേറ്റ്, പൈനാപ്പിളിന്റെയോ ഈത്തയിൽ ബ്യൂട്ടറേറ്റ്, ഓറഞ്ചിന്റെയോ ഒക്ടൈൽ അസറ്റേറ്റ്, വാഴപ്പഴത്തിന്റെയോ അമൈൽ അസറ്റേറ്റ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? അതായത് നമ്മളോട് ചോദിക്കാറുണ്ട്, ചില സംയുക്തങ്ങൾ ചേരുമ്പോൾ ഗ്ലാസുകൾക്ക് നിറം, താഴെ പറയുന്ന സംയുക്തം ഉപയോഗിക്കുമ്പോൾ ഗ്ലാസിന്റെ നിറം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോ
ക്രോമിയം ക്രോമിയം അല്ലെങ്കിൽ ഫെറസ് അയൺ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ്സിന് എന്ത് നിറമാണുള്ളത്? ക്രോമിയം എന്ത് നിറമാണ് നൽകുന്നത്? ക്രോമിയം എന്ത് നിറമാണ് നൽകുന്നത്? ക്രോമിയം അല്ലെങ്കിൽ ഫെറസ് അയൺ എന്ന് വിളിക്കും കേട്ടോ. ഫെറസ് അയോൺ ആണ്, അയൺ അല്ല, ഫെറസ് അയോൺ. ക്രോമിയം നൽകുക, ഫെറസ് അയോൺ ചോദിക്കാറില്ല, ക്രോമിയം ആണ് ചോദിക്കാറ്. ക്രോമിയം എന്ത് നിറം നൽകുക? എന്ത് നിറം നൽകുക? പച്ച നിറാണ് നൽകുക. ഇനി അടുത്തത് നോക്കൂ, ഫെറിക് അയോൺ. എന്താണ്? ഫെറിക് അയോൺ. ഫെറസ് അയോൺ പറഞ്ഞു, അടുത്തത് ഫെറിക് അയോൺ നൽകുന്ന നിറം. ഫെറിക് അയോൺ ഉപയോഗിക്കുന്ന ഗ്ലാസുകൾക്ക് എന്ത് നിറം കിട്ടും? മഞ്ഞ നിറം. ഫെറിക് അയോൺ ഗ്ലാസുകൾക്ക് മഞ്ഞ നിറം കൊടുക്കും. ഫെറസ് അയോൺ അല്ലെങ്കിൽ ക്രോമിയം ഗ്ലാസുകൾക്ക് പച്ച നിറം കൊടുക്കും. ഇനി കോപ്പർ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് ആണെങ്കിലും, കോപ്പർ ഓക്സൈഡ് ആണെങ്കിലും ഗ്ലാസുകൾക്ക് നൽകുന്നത് ഏത് നിറം തന്നെയാണ്? പച്ച നിറം തന്നെയാണ്. ഏത് നിറാണ്? പച്ച നിറം. ഇനി കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിലോ? അടുത്ത് നോക്കൂ, കൊബാൾട്ട്. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ എന്ത് നിറ കിട്ടണേ? നീല നിറ കിട്ടണേ. കൊബാൾട്ട് ഓക്സൈഡ് കിട്ടണ എന്ത് നിറ കൊടുക്കണേ? നീല നിറം. ഇനി അയേൺ ഓക്സൈഡ് ആണെങ്കിലോ? അയേൺ ഓക്സൈഡ് ഏത് നിറ കൊടുക്കണേ? അയേൺ ഓക്സൈഡ് കൊടുക്കുന്നത് ചുവപ്പ് നിറമാണ്. അയേൺ ഓക്സൈഡ് എന്ത് നിറം കൊടുക്കുന്നു? ചുവപ്പ് നിറം. അടുത്തത് നോക്കൂ, മാംഗനീസ് ഓക്സൈഡ് ആണെങ്കിലോ? മാംഗനീസ് ഓക്സൈഡ് അല്ല, മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡ് എന്ത് നിറം കൊടുക്കും? പർപ്പിൾ നിറം കൊടുക്കും. എന്ത് നിറം കൊടുക്കുക? പർപ്പിൾ നിറം. അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, ക്രോമിയം അല്ലെങ്കിൽ ഫെറസ് അയോൺ ഗ്ലാസിന് പച്ച നിറവും, ഫെറിക് അല്ലെ, അതായത് ഫെറിക് അയോൺ അല്ലെ, നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫെറിക് ആണെങ്കിൽ ഫെറിക് അയോൺ ഗ്ലാസ്, ഫെറിക് അയോൺ അല്ലെ ഗ്ലാസിന് എന്ത് നിറം കൊടുക്കുന്നു? മഞ്ഞ നിറവും. കോപ്പർ ഓക്സൈഡ് പച്ച നിറവും, കൊബാൾട്ട് ഓക്സൈഡ് നീല നിറവും, അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് ചുവപ്പ് നിറവും, മാംഗനീസ് ഡയോക്സൈഡ് പർപ്പിൾ നിറവും നൽകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഈ കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു, അങ്ങനെ പറഞ്ഞിട്ട് പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണേ. അപ്പൊ കൈക്കൂലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് അല്ലെ, അവര് കാശ് വാങ്ങിക്കഴിഞ്ഞാൽ കാശുമ എന്തോ ഒരു സംഭവം പുരട്ടും, അപ്പൊ കൈമ അതാവും. അത് നമ്മള് എന്താ പറയുന്നത്, ഉപയോഗിക്കുമ്പോൾ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നീല കളർ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവര് കൈക്കൂലിക്കാരാണ്. അതിനുപയോഗിക്കുന്ന കൈക്കൂലിക്കാരെ ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര് എന്താണ്? ഫിനോഫ്തലീൻ എന്നാണ്. എന്ത് രാസവസ്തു ഉപയോഗിക്കണേ? ഫിനോഫ്തലീൻ എന്ന് പറയുന്ന രാസവസ്തു ഉപയോഗിക്കുന്നു. കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫിനോഫ്തലീൻ ആണ്. ഇനി അടുത്തത് എന്താണ്? നെയിൽ പോളിഷ് റിമൂവർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നെയിൽ പോളിഷ് ഇല്ലേ, നെയിൽ പോളിഷ്, ആ നെയിൽ പോളിഷിന്റെ റിമൂവർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ പേര് അസറ്റോൺ എന്നാണ്. അസറ്റോൺ നെയിൽ പോളിഷിന്റെ റിമൂവർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്താണ്? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതിന്റെ പേര് അജിനമോട്ടോ എന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അജിനമോട്ടോ ആണ്. ഇനി അടുത്തത് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർമാൽഡിഹൈഡ് ആണ്. ഫോർമാൽഡിഹൈഡ്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? ഫോർമാൽഡിഹൈഡ് എന്നാണ്. എന്താണ്? ഫോർമാൽഡിഹൈഡ്. ഇനി അടുത്തത്, വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധം ഏതാണ്? അതിന്റെ പേര് ഏജന്റ് ഓറഞ്ച് എന്നാണ്. ഏതാണ്? ഏജന്റ് ഓറഞ്ച് ചോദിച്ചിട്ടുള്ളതാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ച രാസായുധത്തിന്റെ പേരെന്താണ്? ഏജന്റ് ഓറഞ്ച് ആണ്. ഇനി അടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നല്ല വെളുത്ത നിറത്തിലുള്ള വസ്തുക്കളല്ല, തുണികളാണ്. പക്ഷെ ആ തുണികള് കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഉപയോഗിച്ച വേർപ്പ് പറ്റുമ്പോ അത് എന്താണ്? മഞ്ഞ നിറത്തിൽ വരുന്നു. അതിന്റെ കാരണം എന്താണ്? അതിൽ എന്തിന്റെ സാന്നിധ്യം ഉണ്ട്?
സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നത് കൊണ്ടാണ്. എന്തിന്റെ സാന്നിധ്യമാണ്? സൾഫറിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതുപോലെ തന്നെ അടുത്തത് പെയിന്റ്, അതുപോലെ തന്നെ വാർണിഷ് തുടങ്ങിയ കാര്യങ്ങളില്ലേ മക്കളെ? ആ പെയിന്റ്, വാർണിഷ് അതിലൊക്കെ ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ലിത്താർജ് എന്ന് പറയണം കേട്ടോ. എന്താ പറയണ്ടേ? ലിത്താർജ് എന്നാണ് പറയേണ്ടത്. അപ്പോ എന്താ നമ്മൾ പഠിച്ചേ? എസ്റ്ററുകൾ എന്താന്ന് പഠിച്ചു. അതുപോലെ തന്നെ ചില സംയുക്തങ്ങൾ ഗ്ലാസിന് നിറം കൊടുക്കുന്നത് പഠിച്ചു. പൊതുവായിട്ട് എന്താ പറയുന്നത്, ജനറൽ ആയിട്ട് നമ്മുടെ രാസവസ്തുക്കളുടെ ചില ഉപയോഗങ്ങളെ കുറിച്ച് ചോദിക്കാനുള്ളത് പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽക്കലോയിഡുകളെ കുറിച്ചാണ്. ആൽക്കലോയിഡ് എന്ന് പറയുന്ന പദം നമ്മൾ എല്ലായ്പ്പോഴും കണ്ടിട്ടുണ്ടാവും. അതായത് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആണ് കഫീൻ. കേട്ടിട്ടില്ലേ നിങ്ങള്? അതായത് എന്താണ് ആൽക്കലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ അടങ്ങിയ പ്രകൃതിദത്തമായ രാസവസ്തുക്കളെ ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നു. നൈട്രജൻ അടങ്ങിയ പ്രകൃതിദത്തമായ രാസവസ്തുക്കളെ ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നു. ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞു, കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിനെ നമ്മൾ വിളിക്കുന്നത് കഫീൻ എന്നാണ്. എന്താണ് കഫീൻ? മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നത് PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ? കുർക്കുമിൻ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്നു കുർക്കുമിൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്നു, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. തേയീൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്നു തേയീൻ. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്നു. കുരുമുളകിൽ എന്താ അടങ്ങിയിരിക്കണേ? കുരുമുളകില് പെപ്പറിനാണ്. കുരുമുളകിൽ പെപ്പറിൻ അടങ്ങിയിരിക്കുന്നു. ഇനി അടുത്തത് ഇഞ്ചിയിൽ എന്താ അടങ്ങിയിരിക്കണേ? ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നത് ജിഞ്ചറിനാണ്. ഇഞ്ചിയിൽ എന്താണ്? ജിഞ്ചറിനാണ്. ഇനി ഈ കാപ്പിയിൽ പോലെ തന്നെ കോളയില്ലേ മക്കളെ? കോളയിലും കഫീനാണ്. കാപ്പിയിലും കോളയിലും എന്താണ്? കഫീനാണ്. ഇനി കുരുമുളകിൽ പെപ്പറിനാണെങ്കിൽ മുളകിലാണ് ചോദിക്കണേച്ചാ നമ്മൾ എന്തു പറയും? കാപ്സസിൻ എന്ന് പറയും. കാപ്സസിൻ. മുളകിൽ എന്താ അടങ്ങിയിരിക്കണേ? കാപ്സസിൻ ആണ്. ഇനി വേപ്പില്ലേ, നമ്മുടെ വേപ്പ്, ആര്യവേപ്പ്, ആ വേപ്പിൽ അടങ്ങിയിരിക്കുന്നത് മാർഗോസിൻ ആണ്. വേപ്പിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? മാർഗോസിൻ ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? വേപ്പിൽ അടങ്ങിയിരിക്കുന്നു എന്താണ്? മാർഗോസിൻ എന്ന് പറയുന്ന ഘടകമാണ് എവിടെ അടങ്ങിയിരിക്കുന്നത്? വേപ്പിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ പഠിക്കണ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജലം. അപ്പോ ജലത്തെ കുറിച്ച് സാധാരണ രീതിയിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്ത്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ജലം സോപ്പ് നന്നായി പതയാത്ത ജലം എന്താണ്, അതുപോലെ ജലത്തിന്റെ തിളനില എത്രയാണ് അല്ലെ, ജലത്തിന്റെ ഗരാംഗം എത്രയാണ്, ജലത്തിന്റെ pH എത്രയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ, ഭൂമിയിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലം ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജലത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ജലത്തെ നമ്മൾ വിളിക്കുന്നു സാർവത്രിക ലായകം. അപ്പൊ സാർവത്രിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജലമാണ്. സാർവത്രിക ലായകം. ആദ്യമായി കൃത്രിമമായി ജലം നിർമ്മിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ജോസഫ് പ്രീസ്റ്റ്ലി എന്ത് ചെയ്തു എന്നാ പറയണേ? കൃത്രിമമായി എന്ത് നിർമ്മിച്ചു എന്നാ പറയണേ? ജലം നിർമ്മിച്ചു. ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്നാണ്. ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്നുള്ളതാണ് ജലത്തിന്റെ രാസനാമം എന്ന് ഓർത്തു വെക്കണം. ഡൈഹൈഡ്രജൻ ഓക്സൈഡ് ആണ് ജലത്തിന്റെ രാസനാമം. ജലത്തിന്റെ pH എത്രയാണ് എന്ന് ചോദിച്ചാൽ ജലത്തിന്റെ pH എത്രയാണ്? 7 ആണ്. ജലത്തിന്റെ pH എത്രയാണ്? 7 ആണ്. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം, ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം മഴവെള്ളമാണ്. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ്? മഴവെള്ളമാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന്റെ ഗരാംഗം അഥവാ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ജലത്തിന്റെ ഗരാങ്കം 0°C ആണെങ്കിൽ ജലത്തിന്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100°C ആണ്. 100°C. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം എന്താണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടിയ പദാർത്ഥം ഏതാണ്? ജലമാണ് എന്ന് പറയണം. ഇനി ജലം ബാഷ്പമായി മാറുന്നത്, ജലം ബാഷ്പമായി മാറുന്നത് എപ്പോഴാണ്? 100°C വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറും. 100°C വരെയുള്ള ഏത് താപനിലയിലും ജലം ബാഷ്പമായി മാറും. ഇനി ജലത്തിന്റെ മുകളില് എന്താ ചെയ്യണേ? ഈ പ്രാണികളൊക്കെ നടന്നു പോണ കണ്ടിട്ടില്ലേ? ജലത്തിന്റെ മുകളിൽ കൂടി പ്രാണികളൊക്കെ നടന്നു പോണില്ലേ? അങ്ങനെ നടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിന്റെ ഏത് സവിശേഷതകൾ കൊണ്ടാണ്? അതിന്റെ സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം കൊണ്ടാണ്. സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലം കൊണ്ടാണ്. ഇനി വസ്ത്രങ്ങൾ അളക്കാൻ നമ്മള് ഈ എന്താ പറയാ, നമ്മൾ വസ്ത്രങ്ങളൊക്കെ സോപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമ്മൾ അലക്കുന്നുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു. എന്താണ്? സോപ്പ് എന്താണ്? സോപ്പ് ജലത്തിന്റെ എന്ത് കുറയ്ക്കുന്നു? പ്രതലബലം കുറയ്ക്കും. അങ്ങനെ പ്രതലബലം കുറയ്ക്കുമ്പോ എന്താണ്? അഴുക്കൊക്കെ പെട്ടെന്ന് കഴുകി പോയി നല്ല എന്താണ് എളുപ്പത്തിൽ അത് വൃത്തിയാക്കാനായിട്ട് പറ്റുന്നു. ഇനി അടുത്ത് നോക്കൂ, സോപ്പ് നന്നായി പതയാത്ത ജലം ഏതാണ്? സോപ്പ് പതയാത്ത ജലം ഏതാണ്? കഠിന ജലത്തിലാണ് എന്ത് പതയാത്തത്? സോപ്പ് പതയാത്തത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട്, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്ത്? പരീക്ഷയ്ക്ക് കാണാറുണ്ട്. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം, അതുപോലെ തന്നെ മാഗ്നീഷ്യം. കാൽസ്യം അതുപോലെ തന്നെ മാഗ്നീഷ്യം എന്നിവയുടെ ബൈകാർബണേറ്റുകളാണ്. ബൈകാർബണേറ്റുകൾ. അപ്പൊ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്തൊക്കെയാണ്? കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. ജലം ഇനി ഈ താൽക്കാലിക കാഠിന്യം ഉണ്ടല്ലോ, ഇത് ഇല്ലാതാക്കാൻ, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം? ജലം നമുക്ക് തിളപ്പിക്കാം. അപ്പൊ ജലം തിളപ്പിക്കുമ്പോൾ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാകുന്നു. ഇനി ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന്റെ കാരണം എന്താണ്? അത് കാൽസ്യത്തിന്റെയും അതുപോലെ തന്നെ മാഗ്നീഷ്യത്തിന്റെയും എന്തൊക്കെയാണ്? സൾഫേറ്റുകള്, അതുപോലെ തന്നെ ക്ലോറൈഡുകള്, നൈട്രേറ്റുകള്. 3 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ ആണെങ്കിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും നൈട്രേറ്റുകളുമാണ്. ഇനി ഇത് നമ്മള് ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാം? സ്വേദനം നടത്തിയാൽ മതി. എന്താണ് സ്വേദനം അഥവാ എന്താണ്? ഡിസ്റ്റിലേഷൻ. സ്വേദനം അഥവാ ഡിസ്റ്റിലേഷനിലൂടെ ജലത്തിന്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാം. ഇനി എന്താണ് ഹെവി വാട്ടർ എന്താണ്? അല്ലെങ്കിൽ ഘനജലം എന്താണ് എന്ന് ചോദിച്ചാൽ ഘനജലം ഇതാണ്, D2O. എന്താണ് D2O എന്ന് പറഞ്ഞാൽ? ഡ്യൂട്ടീരിയം. എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് അഥവാ D2O ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ഹെവി വാട്ടർ അഥവാ ഘനജലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം നമ്മുടെ
ഈ രസതന്ത്രം നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എസ്റ്ററുകൾ പഠിച്ചു അല്ലെ, അതുപോലെ ഗ്ലാസ്സിന് നിറം നൽകുന്ന സംയുക്തങ്ങൾ പഠിച്ചു, പൊതുവായിട്ടുള്ള ചില എന്താ പറയാ രാസപദാർത്ഥങ്ങൾ അല്ലെ, നമ്മളിപ്പോ എന്താണ് നെയിൽ പോളിഷിന് ഉപയോഗിക്കുന്നത്, കൈക്കൂലിക്കാരെ പിടിക്കാൻ ഉപയോഗിക്കുന്നത്, മൃദുശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുള്ള കാര്യങ്ങൾ പഠിച്ചു. ആൽക്കലോയിഡുകളെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ച ലാസ്റ്റ് വൺ ജലത്തിന്റെ പ്രത്യേകതകളാ പഠിച്ച. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ അത്യാവശ്യം കാര്യമായിട്ട് തന്നെ പഠിച്ചു അല്ലെ. എത്രയൊക്കെ ടോപ്പിക്കുകൾ പഠിച്ചു നമ്മൾ? ജലം അല്ലെ, ജലം, അതുപോലെ തന്നെ എന്താണ് ജലത്തിനെ കുറിച്ചിട്ട്, പിന്നെന്താണ് ആൽക്കലോയിഡിനെ കുറിച്ചിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചു വെച്ചു. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ ശരിക്കും ഒരു റിവിഷൻ കൂടിയാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു റിവിഷൻ ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കും, എല്ലാം കൂടി നമ്മൾ നല്ല മാർക്ക് തീർച്ചയായിട്ടും നേടി നിങ്ങൾ എന്താ പറയാ LGSലെ ആദ്യത്തെ 100 റാങ്കിൽ തന്നെ എത്തും. അതിന് നല്ല എന്താ പറയാ ടീച്ചറൊപ്പം തന്നെ നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു മുന്നേറും കൂടെ വേണം കേട്ടോ.